ക്രിസ്തുയേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത മനുഷ്യനോടുള്ളത്, മനുഷ്യൻ്റെ വിശ്വസ്തത ദൈവത്തോടുള്ളത്. ഈ രണ്ട് ഭാഗങ്ങളായിട്ട് നാം ചിന്തിക്കുകയാണ്. ഇന്ന് നമ്മൾ 78-ാമത്തെ സങ്കീർത്തനം 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 37-ാമത്തെ വാക്യം, അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചുമില്ല. അവൻ്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. ദൈവത്തിൻ്റെ നിയമത്തോട് മനുഷ്യൻ കാണിച്ച അവിശ്വസ്തതയാണ് അവിടെ നാം കാണുന്നത്. വിശ്വാസത്തിൽ ഒരാൾ ദൈവത്തോട് അടുത്ത് വന്നാൽ ദൈവം അവനോട് നിയമം ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യൻ ദൈവത്തോടും ഒരു നിയമം ചെയ്യും. ഈ രണ്ട് നിയമങ്ങളിൽ അവർ മുൻപോട്ട് പോകണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. ഇങ്ങനെ ഈ നിയമത്തിൽ മുൻപോട്ട് ജീവിക്കുമ്പോൾ അതിനെ സൂക്ഷിച്ച് അതിനുവേണ്ടി ജാഗരിച്ച് ജീവിതം സമർപ്പിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം ആ നിയമത്തിൽ നിൽക്കുന്നവർക്ക് നിയമത്തിൻ്റെ മക്കളെ കൊടുക്കും. ആ നിയമം തെറ്റിക്കുന്നുവെങ്കിൽ ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നിയമത്തിൻ്റെ വാൾ എടുക്കും. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ, ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്, ദൈവം മനുഷ്യനോട് ചെയ്യുന്ന നിയമം, ആ നിയമത്തിൽ മനുഷ്യൻ നിന്നില്ല എങ്കിൽ നിയമത്തിൻ്റെ വാൾ അവൻ്റെ നേരെ വരും. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നിയമം ചെയ്യുന്നത്? വിശ്വാസത്തിലേക്ക് വരുമ്പോൾ കർത്താവ് വിളിക്കപ്പെട്ടവനുമായി ഒരു നിയമം ചെയ്യും. അതായത് അവൻ നടക്കേണ്ടുന്ന വഴി, അവൻ ചെയ്യേണ്ടുന്ന കാര്യം, അവൻ ആയിരിക്കേണ്ടുന്ന അവസ്ഥ, ഇതിനെയൊക്കെയും സംബന്ധിച്ച് ഒരു പ്രമാണം ദൈവം അവന് കൊടുക്കും. അത് മറ്റുള്ളവർക്ക് അത് കൊടുത്തില്ലല്ലോ, അല്ല മറ്റുള്ളവർക്ക് അത് കൂടുതലാണല്ലോ കൊടുത്തത്, അതൊന്നും ചിന്തിക്കേണ്ട. ദൈവം വിളിക്കുന്ന ഏവർക്കും സ്വന്തമായി പറഞ്ഞു കൊടുക്കുന്ന ആലോചനകളുമുണ്ട്. അതിനാണ് സ്വന്തം സ്ഥിരത എന്ന് പറയുന്നത്. അത് മറ്റൊരാൾക്ക് കിട്ടിയില്ലല്ലോ, മറ്റൊരാൾക്ക് ഇതിനേക്കാളും കൂടുതൽ കിട്ടിയല്ലോ, അത് എന്നോട് മാത്രം പറഞ്ഞത് എന്താ? അത് ചോദിക്കണ്ട. അത് വ്യക്തിബന്ധമാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദാനം അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അത് എനിക്ക് മാത്രം എന്താ ഇത് ബാധകമെന്ന് ചോദിച്ചാൽ, നമുക്ക് മാത്രം ദൈവം വെച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദവിയെ പ്രാപിക്കണമെങ്കിൽ ഈ വഴി പോകണം. അതുകൊണ്ടാണ്. അതുകൊണ്ട് അറിവില്ലായ്മയാൽ മനുഷ്യർ പലപ്പോഴും പിറുപിറുക്കും. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ പോകാം, എനിക്ക് മാത്രം ഇങ്ങനെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചിന്തിച്ചാൽ മതി, മറ്റാർക്കും ഇല്ലാത്തൊരു പ്രതിഫലവും ലക്ഷ്യവും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ടാണ് നമ്മെ അതിലേക്ക് നടത്തുന്നത്. ആദാം മുതൽ നോഹ വരെയും 10-ാമത്തെ തലമുറയായ നോഹ വരെയുമുള്ള
ആദ്യ പിതാക്കന്മാർ ദൈവത്തിന് ദൈവം തൻ്റെ മശിഹ ജനിക്കാൻ വേണ്ടി തലമുറ കൊണ്ടുവന്നതാണ്. നോഹ മുതൽ അബ്രഹാം വരെയുമുള്ള പിതാക്കന്മാരെ ദൈവം ഈ തലമുറയെ നിലനിർത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അബ്രഹാമിനോട് ദൈവം വിളിച്ചു, അബ്രഹാമിനെ വിളിച്ചു, കൽദയ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. ഹാരാൻ വഴി കനാൻ ദേശത്ത് എത്തിച്ചു. അവിടെ വെച്ചൊരു നിയമം ചെയ്യുകയാണ്. അബ്രഹാമെ, എനിക്ക് നിന്നോട് ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് ഒരടയാളമുണ്ട്. എനിക്ക് നിന്നോടുള്ള നിയമം എന്ന് പറഞ്ഞാൽ അതൊരു വാഗ്ദത്തമാണ്. വാഗ്ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മുഖാന്തരം ഈ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതിയായി വാഗ്ദത്ത സന്തതി ലോകത്തിൽ വരും. അവൻ മുഖാന്തരം ഈ ലോകത്തിന് രക്ഷയുണ്ടാകുമെന്നുള്ളത് ദൈവം അബ്രഹാമിൽ കൂടി ഉദ്ദേശിക്കുന്ന പ്രതിഫലമാണ്, വാഗ്ദത്തമാണ്, അതൊരു നിയമവുമാണ്. ഈ നിയമത്തിന് ഞാനൊരു അടയാളം വയ്ക്കുകയാണ്. ആ അടയാളം എന്ന് പറയുന്നത്, നിന്റെ മക്കളിലും നിന്നിലും എല്ലാവരും പരിശോധന ഏൽക്കണം. അഗ്രചർമ്മത്തെ പരിശോധന ചെയ്യണം. അത് ഞാനും നീയുമായി ചെയ്തിട്ടുള്ള നിയമത്തിന്റെ അടയാളമാണ്. നീ ആ നിയമത്തിൽ നിൽക്കണം. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിയമത്തിന് മക്കൾ ജനിക്കും. അപ്പോ ഇത് ചില ഘട്ടങ്ങളാണ്. ഒന്ന്, ദൈവം വിളിക്കുന്നവന് നൽകുന്ന വാഗ്ദത്തം. രണ്ടാമത്തത്, ആ വാഗ്ദത്തം പ്രാപിക്കാനുള്ള ദൈവത്തിന്റെ നിയമം. ദൈവത്തിന്റെ നിയമം ഏറ്റുവാങ്ങുന്നവൻ ദൈവത്തോട് ചെയ്യുന്ന നിയമം. തുടർന്ന് അവന് ജനിക്കുന്ന നിയമത്തിന്റെ മക്കൾ. അതുവഴി ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റുന്ന അനുഭവം. ഇത്രയും ഘട്ടങ്ങളാണ്. ദൈവിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ, അതിന്റെ ആഴം എന്ന് പറയുമ്പോൾ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ സങ്കല്പത്തിനും ഒതുങ്ങുന്നതല്ല. അത്ര വിശാലമാണ്, അത്ര വിസ്താരമേറിയതാണ്. ആ ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി വരുമ്പോഴേ അതിൻ്റെ വ്യക്തത നമുക്ക് കിട്ടുകയുള്ളൂ. അബ്രഹാമിനെ ദൈവം വിളിച്ചു, വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് നിയമം കൊടുത്തു. ആ നിയമത്തിൽ നിന്ന് അബ്രഹാമിന് നിയമത്തിന്റെ മക്കളെ കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഈ നിയമത്തിന്റെ മക്കൾ ആരെന്ന് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. ഈ നിയമത്തിന്റെ മകനാണ് ഇസ്മായേൽ എന്നാണ് എല്ലാവരും ചിന്തിച്ചത്. കാരണം അബ്രഹാമിനുണ്ടായ സന്തതിയാണ്, കർത്താവ് വാഗ്ദത്തം പറഞ്ഞതിന് ശേഷമുള്ള സന്തതിയാണ്. എന്നാൽ വാഗ്ദത്ത സന്തതി അതല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയില്ല. അങ്ങനെ ആ വാഗ്ദത്ത സന്തതി അല്ലാത്തതിനെ വാഗ്ദത്ത സന്തതി എന്ന് വിചാരിച്ച് വളരെ നാൾ വളർത്തി. 99 വയസ്സായപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, അബ്രഹാമേ, നീ നിഷ്കളങ്കനായിരിക്കുക, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കാം, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ വാഗ്ദത്ത സന്തതി വരുന്നുണ്ട്. അത് നിഷ്കളങ്കത ഉള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, നേരുള്ളവനെ നോക്കിക്കൊള്ളുക, നീതിമാനെ നോക്കിക്കൊള്ളുക, നേരുള്ളവനെ കുറിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. അപ്പോൾ നിഷ്കളങ്കനാണ് കർത്താവ് വാഗ്ദത്ത സന്തതിയെ തരുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അതിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനപ്രകാരം അവൻ നിഷ്കളങ്കനായി നടക്കാനുള്ള കൽപ്പനയായിരുന്നു. എന്നാൽ
ആരാണ് നിഷ്കളങ്കൻ? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവരാണ് നിഷ്കളങ്കന്മാരായിത്തീരുന്നത്. ഒരാൾ എത്ര ദയാലുവായാലും, എത്ര ധർമ്മിഷ്ഠനായാലും, എത്ര നല്ല കാര്യം ചെയ്യുന്നവനായിരുന്നാലും ദൈവവചനം അനുസരിക്കാത്തവനാകുന്നുവെങ്കിൽ അവനെ ഒരിക്കലും നിഷ്കളങ്കനായിട്ട് ദൈവം എണ്ണുകയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത്, അബ്രഹാം നിഷ്കളങ്കനായിട്ട് വേണം അബ്രഹാമിനൊരു പ്രജയെ കൊടുക്കാൻ. അബ്രഹാം ദൈവവുമായിട്ടൊരു നിയമം ചെയ്തു യാത്ര തുടങ്ങിയതാണ്. അങ്ങനെ അബ്രഹാമിന് ദൈവം പ്രജയെ കൊടുത്തു. അതാണ് ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് വാഗ്ദത്ത സന്തതി എന്ന് എല്ലാവരും വിചാരിച്ചു. എന്നാൽ ഇസ്ഹാക്ക് ജനിച്ചതിന് ശേഷം ദൈവവും അബ്രഹാമുമായി ചെയ്ത നിയമത്തിൻ്റെ, ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമത്തിൻ്റെ അടയാളമായി പരിച്ഛേദന എന്ന നിയമം കൊടുത്തു. 8-ാം നാളിൽ പരിച്ഛേദന. അങ്ങനെ അബ്രഹാമും 8-ാം ദിവസം ഇസഹാക്കും ഭവനത്തിലുള്ള എല്ലാവരും, എല്ലാ പുരുഷ പ്രജയും പരിച്ഛേദനയേറ്റു. അതോടുകൂടി ദൈവത്തിൻ്റെ നിയമം അവരിൽ അടയാളമായി വന്നു. ഈ നിയമം അവരിൽ തുടർന്നു വരികയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിയമത്തിൻ്റെ സന്തതി അതുമല്ല. ഇസ്മായേലാണെന്ന് വിചാരിച്ചു, അല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇസ്ഹാക്കാണെന്ന് വിചാരിച്ചു, അല്ല. അത് ജഡപ്രകാരമുള്ള വാഗ്ദത്ത സന്തതി. എന്നാൽ ഗലാത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. ആ സന്തതി ക്രിസ്തുവായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം ലോകത്തിലെ സകല ജാതികളും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മുഖാന്തരം. ഇനി തുടർന്ന് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? സന്തതി എന്ന് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചാണ്. സന്തതികൾ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അതാണ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരെയും മക്കൾ നിങ്ങൾ തന്നെ. ദൈവസഭയാണ് ഈ പറഞ്ഞ സന്തതികൾ. അങ്ങനെ ഇന്ന് അബ്രഹാമിനെ ദൈവം വിളിച്ചു, വാഗ്ദത്തം കൊടുത്തു, അത് പ്രാപിപ്പാൻ നിയമം ചെയ്തു. നിയമത്തിൽ നിന്നപ്പോൾ ദൈവം നിയമത്തിൻ്റെ മക്കളെ കൊടുത്തു. ആ സന്തതി ആയി യേശു ലോകത്തിലേക്ക് വന്നു. തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സഭയും വന്നു. ഇങ്ങനെയാണ് ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമം. അതായത് ദൈവത്തിൻ്റെ വിശ്വസ്തത ദൈവം വെളിപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു വഴിയാണ് നിയമം. ദൈവം തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കും. തലമുറ തലമുറയായി അവൻ്റെ നിയമം, അവൻ്റെ വിശ്വസ്തത നിലനിൽക്കുന്നു. കാലങ്ങൾക്ക് ശേഷം അബ്രഹാം ജനിച്ച് മരിച്ചതിന് ശേഷം ഏകദേശം 2000-ൽ പരം വർഷങ്ങൾക്ക് ശേഷമാണ് യേശു ഭൂമിയിലേക്ക് ജനിക്കുന്നത്. അതായത് അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതിന് ശേഷം 430 വർഷം കഴിഞ്ഞിട്ടാണ് മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനം വിടുവിക്കപ്പെടുന്നത്. അത് ശേഷം 1450 വർഷത്തിന് ശേഷമാണ്
ക്രിസ്തു ജനിക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രിസ്തു ഭൂലോകത്തിൽ ജനിക്കുന്നത്. ക്രിസ്തു ജനിച്ചപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്തു ജനിച്ചത്? ക്രിസ്തു ജനിക്കാനുണ്ടായ കാരണം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. അവൻ ദാവീദിന്റെ സന്തതിയായിട്ട് വന്ന് ജനിക്കും. അവൻ അബ്രഹാമിന്റെ സന്തതിയായിരിക്കും. മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടാണ് ജനിക്കുന്നത്? അബ്രഹാമിനോട് ചെയ്ത നിയമനിമിത്തമാണ് യേശു ഭൂമിയിലേക്ക് ജനിച്ചത്. അബ്രഹാമിന് ചെയ്ത വാഗ്ദത്തമാണ് യേശു ഭൂമിയിൽ ജനിക്കാനുണ്ടായ കാരണം. അവിടെയാണ് ദൈവമായി ചെയ്ത നിയമം. ദൈവം ഒരാളെ വിളിച്ചാൽ ആ വിളിക്കുന്ന മനുഷ്യന്റെ ദൈവത്തോടുള്ള വിധേയത്വം, ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തിന് കീഴടങ്ങി ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ജീവിതാവസ്ഥ ഉണ്ടെങ്കിൽ, അവന്റെ നിയമത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ദൈവം അവനും അവന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് നാം ഈ കാണുന്നത് മുഴുവനും. എന്നാൽ ആ നിയമത്തിൽ നിന്നില്ല എങ്കിൽ ദൈവം നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ച 26-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ നിയമത്തിന്റെ പ്രതികാരം നടത്തുന്ന വാൾ അവൻ പ്രതികാരം ചെയ്യും. കാരണം ദൈവത്തെ നിരാശപ്പെടുത്തുന്നതിന് തുല്യമാണ്. ദൈവത്തോട് വാക്കുവ്യത്യാസം കാണിക്കുന്നതിന് തുല്യമാണ്. അതൊരിക്കലും ദൈവം സഹിക്കില്ല. അതിന് ശിക്ഷ കൽപ്പിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ദൈവം വിളിച്ച് വാഗ്ദത്തം കൊടുത്ത് നിയമം ചെയ്തവരാണ് ഈ ശൗലും ഏലി പുരോഹിതനും ഒക്കെ. നീയും നിന്റെ സന്തതിയും എന്നേക്കും എന്നെ പരിചരിക്കും എന്ന് ഞാൻ നിന്നോട് വാഗ്ദത്തം പറഞ്ഞിരുന്നു. സത്യം, നുണയൊന്നുമല്ല. ഏലിയോട് പറഞ്ഞതാണ്, നിന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. നീ മാത്രമല്ല, നിന്റെ സന്തതിയൊക്കെയും ഈ എൻ്റെ സന്നിധിയിൽ എന്നെ പരിചരിപ്പാൻ നീ നിൽക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ആവില്ല, അങ്ങനെ വരാൻ സാധിക്കില്ല. കാരണം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതായത് മാനിച്ചില്ല. വാഗ്ദത്തം ചെയ്ത് നിയമം ചെയ്തവനെ മാനിച്ചില്ല. അവിടെ പറയുന്നുണ്ട്, എന്നേക്കാൾ കൂടുതൽ അവൻ്റെ മക്കളെ മാനിച്ചു. ദൈവത്തിന്റെ നിയമത്തെക്കാൾ കൂടുതൽ മക്കളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. താൻ്റെ വചനം പറയുന്നു, നിയമത്തിന്റെ വാൾ, നിയമത്തിന്റെ പ്രതികാരം ചെയ്യാൻ ദൈവം ഒരുങ്ങി. എത്ര ഭയങ്കരമായ അവസ്ഥയാണെന്ന് നോക്കിക്കൊള്ളണം. എന്ത് ജാതീയ വിഗ്രഹാരാധനയുടെ കൂട്ടത്തിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചുകൊണ്ടുവന്ന് വാഗ്ദത്തം കൊടുത്ത് നിയമം കൊടുത്ത് ആ നിയമത്തിൽ നിന്നപ്പോൾ നിയമത്തിന്റെ സന്തതിയെ കൊടുത്ത് അതിനെ തുടർന്ന് വാഗ്ദത്ത സന്തതി അബ്രഹാമിൽ നിന്ന് പുറപ്പെട്ടു വന്നു. ആ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല മനുഷ്യരും, എന്നാൽ അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത സന്തതികൾ എല്ലാവരും രക്ഷപ്പെട്ട് ദൈവത്തിന്റെ സഭയായിട്ട് നിന്ന് ദൈവത്തിൽ സന്തോഷിക്കുമ്പോൾ ഇത് മുഴുവനും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അബ്രഹാം എന്ന ഒറ്റ മനുഷ്യനെയാണ്. ആ ഒരൊറ്റ മനുഷ്യനാണ്. ഇതൊക്കെയും വർണ്ണിക്കപ്പെടുന്നത് അബ്രഹാമിന്റെ യാഗം, കൽദയപട്ടണമായ ഊരിൽ നിന്ന് പോരുന്നത്, ദൈവത്തോട് ചെയ്ത നിയമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അവിടെ പ്രസക്തമാകുകയാണ്. കാരണം അതാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. യേശു ജനിച്ചത് എന്തുകൊണ്ടാണ്? അബ്രഹാമിന്റെ കർത്താവ് ചെയ്ത വാഗ്ദത്തം കൊണ്ട്. ദൈവസഭ വന്നതെന്തുകൊണ്ടാണ്? യേശുവിന്റെ രക്തത്താൽ. അബ്രഹാമിന്റെ സന്തതിയായി യേശു വന്ന് യേശുവിന്റെ രക്തം ചൊരിഞ്ഞ് ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ടാണ്. അപ്പോൾ ദൈവസഭ ആരാ? അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ സന്തതി എന്ന് വയ്പ്പി. അപ്പോൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, സഭയെന്ന് പറഞ്ഞാൽ
അബ്രഹാമിന്റെ സന്തതികളാണ്. മുഴുവനും അബ്രഹാമുമായിട്ട് ബന്ധമുള്ളതിലാണ് ഈ കാര്യങ്ങൾ മുഴുവനും കേന്ദ്രീകരിച്ച് പോകുന്നത്. അതേ നില ഏലി പുരോഹിതന് വരേണ്ടതല്ലേ? അതേ നില ശൗലിനും കുടുംബത്തിനും വരേണ്ടതല്ലേ? എന്നാൽ അതവർക്ക് വന്നില്ലല്ലോ. അതിന്റെ കാരണം, അങ്ങനെ വരാതിരുന്നതിന്റെ കാരണം, അവന്റെ നിയമത്തിൽ നിലനിന്നില്ല. അവന്റെ നിയമത്തോട് അവിശ്വസ്തത കാണിച്ചു. അതുകൊണ്ട് അവൻ നിയമത്തിന്റെ പ്രതികാരം ചെയ്യാനായിട്ട് എഴുന്നേറ്റു. നിയമത്തിന്റെ പ്രതികാരം ചെയ്യുന്ന വാൾ അവർക്ക് നേരെ ഉപയോഗിച്ചു. അങ്ങനെ അവരും അവരുടെ തലമുറയും എന്നേക്കും ദൈവസന്നിധിയിൽ നിന്ന് നശിച്ചുപോയി. ഒരു കൂട്ടര് തലമുറയായിട്ട് നിത്യതയിൽ സന്തോഷിക്കുന്നു. ഒരു കൂട്ടര് തലമുറയില്ലാതെ നശിച്ചു പോകും. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിന് മുമ്പാകെ വിശ്വസ്തനായിരുന്നാൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾക്ക്, അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആകയാൽ വാഗ്ദത്തം ചെയ്തവനെ, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 36-ാം വാക്യത്തിൽ, വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. 10-36, 11-11. ഇവരിലൊക്കെയും ശ്രദ്ധ മുഴുവനും കേന്ദ്രീകരിച്ച് നിന്നത് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിലേക്കാണ്. ആ വാഗ്ദത്തം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ലാബാന്റെ 2 പെൺകുട്ടികൾ, ലേയും റാഹേലും, അവിടെ വന്നപ്പോ യാക്കോബ് സഹോദരനെ ഭയപ്പെട്ട് ഓടി ബേഥേലിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടി. അവിടെ നിന്ന് കൊന്ന് ലാബാന്റെ ഭവനത്തിലെത്തിയപ്പോൾ വയസ്സ് വിവാഹപ്രായമൊന്നുമല്ല. അവന് വയസ്സ് 75, 77, 75 മേളില. ആ പ്രായത്തില് ഈ 2 പെൺകുട്ടികൾ ഈ വൃദ്ധന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാ പോരാടിയത്? ഈ ഒരൊറ്റ കാര്യം മാത്രം. അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം ഇസ്ഹാക്കിലേക്കാണ് വന്നിരിക്കുന്നത്. അതിൽ കൂടി തലമുറ പകർന്നു വന്നത് ഏശാവിലേക്കാണ് വരേണ്ടത്. പക്ഷെ അവൻ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. യാക്കോബിനാണ് അവകാശം കിട്ടിയത്. അത് ആദ്യം ഉപായത്താൽ അത് കൈവശമാക്കിയെങ്കിലും ദൈവം ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കിയ ഏശാവിന്റെ പ്രവൃത്തിയെ കണ്ടു. അവകാശം യാക്കോബിന് കൊടുത്തതായിട്ട് അംഗീകരിച്ചു. അപ്പന്റെ മുമ്പിൽ വ്യാജം പറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ച അവനെ വീണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ അനുഗ്രഹിപ്പാൻ ദൈവം തോന്നിച്ചു, സാഹചര്യം ഒരുക്കി. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത്, യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ വന്നപ്പോ, എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അനേക കാലങ്ങൾക്ക് മുമ്പ് പെങ്ങള് പോയതാണ്, റബേക്ക പോയതാണ്, ഇസ്ഹാക്കിന്റെ അടുത്തേക്ക് വിവാഹ ബന്ധത്തിൽ പോയതാണ്. ഇന്ന് ആരാ എവിടെ എന്താന്നുള്ള വലിയ വിവരമൊന്നുമില്ല. പെങ്ങളുടെ മകനാണ് വന്നിരിക്കുന്നത്. 2 മക്കളുണ്ട്. ജ്യേഷ്ഠനാണ് ഒരുവൻ, ഞങ്ങൾ ഇരട്ടയാണ്. ജ്യേഷ്ഠനാണ് ഒരുവൻ, അവന്റെ പേര് ഏശാവെന്നാണ്. ചരിത്രം മുഴുവൻ പറഞ്ഞു. ഗർഭത്തിൽ, റബേക്കയുടെ ഗർഭത്തിൽ പിള്ളകൾ തിക്കിയതും ഒടുവിൽ ജ്യേഷ്ഠനായിട്ട് ഏശാവ് പുറത്തേക്ക് വന്നതും ഏശാവിന്റെ കുതികാൽ യാക്കോബ് പിടിച്ചിരുന്നതും
ഏശാവ് വേട്ടയിൽ സമർത്ഥനായി പരാക്രമശാലിയായി വളർന്നതും സാധുശീലനായി കൂടാരവാസിയുമായി യാക്കോബ് വളർന്നതും ഉപായിയായിരുന്നവനും വാർദ്ധക്യ യൗവനപ്രായത്തിലേക്ക് എത്തിയപ്പോൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയെന്ന സമയത്ത് ജ്യേഷ്ഠാവകാശം ഏശാവ് ലക്ഷ്യമാക്കി കളഞ്ഞതും ഉപായത്താൽ താനത് കൈവശമാക്കിയതും തുടർന്ന നാളുകൾക്ക് ശേഷം അപ്പൻ്റെ മരണസമയമായപ്പോഴേക്കും അനുഗ്രഹത്തിനായിട്ട് അപ്പനെ ഉപായം പ്രയോഗിച്ച് അപ്പൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തതും ഏശാവ് അതറിഞ്ഞ് നിലവിളിച്ചതും കൊല്ലാനൊരുങ്ങിയതും അവിടെ നിന്ന് ഓടിപ്പോകുന്നതും വഴിയിൽ വെച്ച് ദൈവം കണ്ടതും വാഗ്ദത്തത്തെ ഉറപ്പിച്ചതും ദൈവവുമായിട്ടുള്ള നിയമം ചെയ്തതും താനിന്ന് ഇവിടെ വന്നിരിക്കുന്നതായ അവസ്ഥ മുഴുവനും അവിടെ പറഞ്ഞു. യാക്കോബ് തൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു എന്ന്. ഇതെല്ലാം കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവം മുൻകണ്ടിട്ടുള്ളവരുടെ ഉള്ളിൽ ഉദിക്കുന്ന വിശ്വാസം അവരിൽ ഉദിച്ചു. കാരണം ഈ വന്ന മനുഷ്യൻ ഞങ്ങളുടെ അപ്പൻ്റെ സഹോദരിയുടെ മകനാണ്. ഇവൻ്റെ വലിയപ്പൻ അപ്പൻ്റെ അപ്പൻ അബ്രഹാമിന് ദൈവം വിലയേറിയ വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ തലമുറയിൽ കൂടിയാണ് മശിഹ വന്ന് ജനിക്കേണ്ടത്. നാളെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്ന ഒരു ദിവസമുണ്ട്. സകല ആബാലവൃദ്ധം മനുഷ്യരും ദൈവത്തിന് മുമ്പാകെ വെളിപ്പെടുന്ന സമയത്ത് മശിഹായുടെ തലമുറയായി വരാനുള്ള ഒരുവനാണ് ഭവനത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവനിൽ നിന്ന് 12 പ്രഭുക്കന്മാർ ഉത്ഭവിച്ചു വരണം. അവർക്ക് ഇസ്രായേൽ എന്ന് പേരാകും. ആ 12 പ്രഭുക്കന്മാരിൽ എത്ര പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യം. ഒടുവിൽ മത്സരം തുടങ്ങി. 1, 2, 3 അങ്ങനെ 12 പ്രഭുക്കന്മാരിൽ ഒരു ഭാഗത്തെ ലേയിക്കും ഒരു ഭാഗത്തെ റാഖേലിനും കിട്ടി. ഈ യുദ്ധത്തിൽ 8 പേരെ ലേയായ്ക്കും കിട്ടി, 4 പേരെ റാഖേലിനും കിട്ടി. അങ്ങനെ 12 പേര് ഗോത്രപിതാക്കന്മാർ ഈ 2 സ്ത്രീകളിൽ നിന്നും പുറപ്പെട്ടു വന്നു. അതിനെക്കുറിച്ച് രൂത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്. പട്ടണത്തിലെ മൂപ്പന്മാരും അവിടുത്തെ പ്രമാണികളും എല്ലാം കൂടിയിരുന്ന് രൂത്തിനെ കുറിച്ച് ബോവസിനെ അനുഗ്രഹിച്ച് പറയുന്ന വാക്കിതാണ്: നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ, അതായത് രൂത്തിനെ, ദൈവം ലേയെ പോലെയും റാഹേലിനെ പോലെയും ആക്കുമാറാകട്ടെ. കാരണം അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. അപ്പോൾ ഇസ്രായേൽ ഗ്രഹം പണിതത് ലേയും റാഹേലുമാണെന്നർത്ഥം. ലേയ്ക്ക് 6 മക്കളെ ലേയ പ്രസവിച്ചു. റാഹേൽ 2 മക്കളെ പ്രസവിച്ചു. സഹോദരിക്ക് എല്ലാം ആയിപ്പോകാതെ ലേയ ഉടനെ തന്നെ തൻ്റെ ബാല്യക്കാരത്തിയെ ഭർത്താവിന് കൊടുത്തു. അവളിൽ നിന്ന് 2 മക്കൾ കിട്ടി. 6 2 8. ഇത് കണ്ടുകൊണ്ട് റാഹേൽ തൻ്റെ വേലക്കാരത്തിയെ ഭർത്താവിന് കൊടുത്തു. അതിൽ നിന്ന് 2 കിട്ടി. 2 4. അങ്ങനെ 8 4 12. ഒരു പെൺകുട്ടി, ദീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൂടി ലേയ പ്രസവിച്ചത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 9 മക്കൾ ലേയയ്ക്കും 4 മക്കൾ റാഹേലിനും ലഭിക്കാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രഹിക്കുന്നത്, ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെയും അബ്രാഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തത്തെ ആശ്രയിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതിനാണ് ഈ മക്കൾ ജനിക്കുന്നത്.
ഒടുവിൽ വന്നു. ദൈവം തന്റെ നിയമത്തോട് വിശ്വസ്തത കാണിക്കുന്നവനാണ്. ദൈവം തന്റെ വിശ്വസ്തത നിയമത്തോട് വിശ്വസ്തത കാണിക്കുന്നവർ. ഈ നടക്കുന്നത് മുഴുവനും കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഈ ഒറ്റ കാര്യത്തെ സംബന്ധിച്ചാണ്. അബ്രഹാം ദൈവമായിട്ടുള്ള ഉടമ്പടിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായി ഈ കാര്യങ്ങൾ നടക്കുന്നത്. അബ്രഹാമിനോട് ദൈവം ചെയ്ത നിയമം അബ്രഹാം കാത്തു എന്നുള്ളത് തന്നെ. ഇന്ന് വിളിച്ചു വരുത്തുന്ന എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയാണ്. വിളിക്കുന്നു, വാഗ്ദത്തം കൊടുക്കുന്നു, വാഗ്ദത്തം പ്രാപിപ്പാൻ നിയമം കൊടുക്കുന്നു പ്രമാണിക്കാൻ. ആ നിയമം പ്രമാണിക്കുന്നുവെങ്കിൽ ആ നിയമത്തിന് മക്കളെ കൊടുക്കുന്നു. ആ മക്കൾ മുഖാന്തരം ദൈവത്തിന്റെ സഭ അനുഗ്രഹിക്കപ്പെടുന്നു. ഇങ്ങനെ ദൈവസഭ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നാളെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമ്പോൾ ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. അബ്രഹാം, ഇസ്ഹാക്കും യാക്കോബും അങ്ങനെ അവരോട് കൂടി വിശ്വാസപിതാക്കന്മാർ പന്തിക്കിരിക്കും. അതിനോടൊപ്പം ദൈവം നിയമം ചെയ്തവരും, ദൈവം വിളിച്ചവരും, വാഗ്ദത്തം കൊടുത്തവരും, നിയമം പ്രമാണിച്ചവരും, നിയമത്തിന് സന്തതി കൊടുത്തവരുമായി ഇതാ ഞാനും എൻ്റെ ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസം പന്തിയിലേക്ക് ഇരിക്കും. ദൈവത്തിന്റെ വിശ്വസ്തത വലുതാകും. ദൈവത്തിന്റെ വിശ്വസ്തത വലുതാകും. ആ സമയമാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ യഥാർത്ഥ കാരണം, യഥാർത്ഥ ആഴം ഏശാവും ഏലി പുരോഹിതനും ശൗലും ഒക്കെ അറിയുന്നത്. അയ്യോ, തങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞിരിക്കുന്നതും അബ്രഹാമിനും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഈ ഇസ്രായേൽ തലമുറയോട് ജഡപ്രകാരം ഒരു ബന്ധമില്ലാത്ത ഒരു കൂട്ടം ജാതികളായിരിക്കുന്ന മനുഷ്യര് അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ബന്ധിക്കിരിക്കുന്നതും കാണുമ്പോൾ ഇവർ ഇരുട്ടിലാണ്, അവർ വെളിച്ചത്തിലുമാണ്. പന്തിക്കിരിക്കുന്നവർ വെളിച്ചത്തിലും തള്ളിക്കളയപ്പെട്ടവർ ഇരുട്ടിലുമാണ്. അവർ ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം സ്പഷ്ടമായിട്ട് കാണാം. വലിയ തിയേറ്ററുകളിലെല്ലാം ഫിലിം ഷോ കാണിക്കുമ്പോൾ ആ ഫിലിം ഷോ ഇടുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കും. അനവധി പ്രകാശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. തിയേറ്ററിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്ന ജനം മുഴുവൻ ഇരുട്ടിലാണ് ഇരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ സ്ക്രീൻ മുഴുവനും പ്രകാശവും. സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ജനത്തെ ഒന്നും കാണാനുമില്ല. ഇതുപോലെയാണ് ആ സങ്കടം, ആ ദുഃഖം, ആ വേർപാട് പറഞ്ഞറിയിക്കാവതല്ല. ആ സമയമാണ് അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും എന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് പോലെ, എന്ന് നമ്മൾ പാട്ടുപാടുന്നത് പോലെ, ആ ദിവസം ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ പന്തിക്കിരിക്കുന്നത് ആരാണ്? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ലേയ, റാഹേല്. യോ, കൂട്ടത്തിൽ ദേ ഇരിക്കുന്നു രാഹാബ്, രൂത്ത്. ഇവർക്കൊക്കെ എന്ത് ബന്ധം ഇതിനകത്ത്. കൊർന്നല്യോസ് ഇരിക്കുന്നു, ജാതിയായവൻ. ഇവനൊക്കെയും പന്തിക്കിരിക്കുന്ന സമയത്ത് ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞ ജനം നോക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് ആ സമയത്ത് തന്നെ ഉണ്ടാകുന്ന, ആരും പറയണ്ട, അല്ലാതെ തന്നെ ഉണ്ടാകുന്ന അനുഭവമാണ് കരച്ചിലും പല്ലുകടിയും. അപ്പൊ നിനക്കൊരു അനുഗ്രഹം മാത്രമേ ഉള്ളോ എന്ന് ചോദിച്ച് നിലവിളിച്ച ഏശാവിന്റെ നിലവിളിയുടെ ശബ്ദം പൂർണ്ണമാകുന്നത് അവിടെയാണ്. പൂർണ്ണമായി പോകുന്നത് അവിടെയാണ്. ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തെ തള്ളിക്കളഞ്ഞ ശൗലിന്റെ വേദനയുടെ ശബ്ദം പൂർത്തിയാകുന്നത് അവിടെയാണ്. ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തെന്ന് ചോദിച്ച് മരണത്തെ ഭയപ്പെട്ട ഏശാവിന്റെ ദുഃഖം തീരുന്നത് അവിടെയാണ്. എന്നാൽ ദൈവത്തിന്റെ ജനമോ
ദൈവത്തിന്റെ ജനമോ ഇതാ മക്കളും മക്കളുടെ മക്കളുമായി നിയമത്തിന്റെ മക്കളുമായി എല്ലാം ആർത്ത് സന്തോഷിക്കുമ്പോൾ ദൈവത്തിന്റെ സ്നേഹിതനായി അബ്രഹാം അതെല്ലാം കണ്ട് സന്തോഷിപ്പാൻ ഇടവരുന്നു. ദൈവം അതെല്ലാം കണ്ട് സന്തോഷിപ്പാൻ ഇടവരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത് ദാ ദൈവത്തിന്റെ നിയമത്തോട് അവിശ്വസത കാണിക്കാതെ പല സന്ദർഭങ്ങളും വരും. അവിശ്വസത കാണിക്കാനുള്ള പല സന്ദർഭങ്ങളും വരും. എങ്ങനെയെന്നാൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത് വാർദ്ധക്യത്തിലെത്തിയിട്ടും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് സാറായും അബ്രഹാമും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവൻ വിശ്വസ്തനാണ്. ഇനി ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നത് എന്തിന്? ഇനി എന്തിനാ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നത്? സ്ത്രീകൾക്കുള്ള മുറ നിന്നുപോയി. 100 വയസ്സായ ഒരു മനുഷ്യന് മക്കൾ ജനിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അതൊക്കെ ശരി തന്നെയാണ്. കർത്താവ് പറഞ്ഞപ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസിച്ചു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അവർക്ക് സുഖഭോഗമുണ്ടായി. സാറയുടെ ഗർഭപാത്രം ജീവൻ പ്രാപിച്ചു. സാറയുടെ ഗർഭപാത്രത്തിൽ ജീവൻ ആരംഭിച്ചു. സാറ പ്രസവിച്ചു. സാറ കുഞ്ഞിനെ വളർത്തി. അവൻ വാഗ്ദത്ത സന്തതിയായി. ജഡപ്രകാരമുള്ള വാഗ്ദത്ത സന്തതിയായി. ഇന്നും ഇന്നും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നു, പ്രസംഗിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തത, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തോടുള്ള വിശ്വസ്തത കാത്തു പരിപാലിച്ചു. ഒടുവിൽ ദൈവം അവനൊരു വീട് പണിയാൻ തീരുമാനിച്ചു. ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് ഭൂമിയിൽ മഹാന്മാരുടെ പേര് പോലൊരു പേര് നിനക്കുണ്ടാക്കി തരും എന്ന് വാഗ്ദത്തം പറഞ്ഞു. അങ്ങനെ ദാവീദിനോട് കർത്താവ് ചെയ്ത നിയമം ദാവീദ് പാലിച്ചു. അതിൽ നിലനിന്നു. അങ്ങനെ ദൈവം ദാവീദിന് കൊടുത്ത കൃപയാണ് നിശ്ചല കൃപ. എല്ലാവർക്കും ലഭിച്ചതുപോലെയല്ല ദാവീദിന് ലഭിച്ചത്. അതെന്താ, മുഖപക്ഷമാണോ? മുഖപക്ഷമാണോ? അല്ല. ഏലി പുരോഹിതനും കൃപ, നിശ്ചല കൃപ ലഭിക്കുന്നതിന് ദൈവം തടസ്സമൊന്നുമില്ല. ശൗലിന് നിശ്ചല കൃപ ലഭിക്കുന്നതിന് ദൈവത്തിന് തടസ്സമൊന്നുമില്ല. ഇതുപോലെ തന്നെ ദൈവം വിളിച്ചതാണ്, ദൈവം അഭിഷേകം ചെയ്തതാണ്, ദൈവം വാഗ്ദത്തം കൊടുത്തതാണ്, ദൈവം അനുസരിക്കാൻ കൽപ്പന കൊടുത്തതാണ്. നിയമത്തെ അനുസരിച്ചില്ല, നിയമത്തെ പാലിച്ചില്ല, ദൈവത്തെ മാനിച്ചില്ല. ദൈവത്തെ മാനിക്കാതെ വന്നപ്പോൾ എന്നെ മാനിക്കുന്നവരെ ഞാനും മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും എന്ന് ദൈവത്തിന്റെ വചനത്തിലുള്ളതുപോലെ നിന്ദിതരായി തീർന്നതാണ്. നിന്ദിതരായി തീർന്നു. അവർക്ക് നിശ്ചല കൃപ കിട്ടുമോ? കൃപ ലഭിച്ചു എന്നുള്ളത് ശരി തന്നെ, നിശ്ചല കൃപ ലഭിച്ചിട്ടില്ല. എന്നാൽ ദാവീദിന് ലഭിച്ചത് നിശ്ചല കൃപയാണ്. നിശ്ചല കൃപ ലഭിച്ച ദാവീദ് മുഖാന്തരമാണ് ക്രിസ്തു യേശു മരിച്ചവരിൽ നിന്ന് എഴുന്നേറ്റത്. യേശു ജനിച്ചത് അബ്രഹാമിനോട് ചെയ്ത നിയമം ഓർത്തിട്ടും യേശു മരിച്ചവരുടെ നിന്ന് എഴുന്നേറ്റത് ദാവീദിനോട് ചെയ്ത നിശ്ചല കൃപകളെ ഓർത്ത്. ദാവീദിനോട് ചെയ്ത നിശ്ചല കൃപകളെ ഓർത്ത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്ത് കൊള്ളുകയും അതാകുന്നു എൻ്റെ സുവിശേഷം. അതാകുന്നു എൻ്റെ സുവിശേഷം.
ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുന്നു. അതാണ് സുവിശേഷം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നിയമം ചെയ്ത് ആ നിയമത്തോട് വിശ്വസ്തത കാണിച്ചവർ, ദൈവം അവരുമായിട്ട് നിയമം ചെയ്ത നിയമത്തിന് മക്കൾ കൊടുക്കുന്നു. ആ മക്കൾ മുഖാന്തരം അവർ അനുഗ്രഹിക്കപ്പെടുന്നു, ലോകവും അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവസന്നിധിയിൽ നാം ഓർത്തിരിക്കേണ്ടത്, ദൈവം നമുക്ക് തന്ന നിയമത്തോട് നാം വിശ്വസ്തത കാണിക്കേണ്ടതാകുന്നു. നിശ്ചയമായിട്ടും ആ വിശ്വസ്തതയാണ് ദൈവത്തെ മാനിക്കുന്ന മാനം. ആ വിശ്വസ്തതയാണ് ദൈവത്തോടുള്ള മാനം. ആ വിശ്വസ്തതയാണ് ദൈവത്താൽ മാനിക്കപ്പെടാനുള്ള വഴി. ആ മാനമാണ് തലമുറയിലേക്ക് പകർന്നു ചെല്ലുന്ന നിശ്ചല കൃപ. അത് നിമിത്തമാണ് ഇതാ ലോകത്തെ ദൈവം ന്യായം വിധിക്കുമ്പോൾ ദൈവജനത്തെ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് കർത്താന്റെ വചനത്തിലുള്ളതുപോലെ എല്ലാ ശിക്ഷാവിധികളെയും അതിജീവിച്ചുകൊണ്ട് ഒരു കൂട്ടം ജനം ഇതാ ഈ ലോകത്തെ ഭരിപ്പാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതും അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ സന്തതിയും അബ്രഹാമിന്റെ സന്തതികളും മുഖാന്തരം തന്നെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമുക്ക് ചെയ്ത ഒരു നിയമത്തോട് നമുക്ക് വിശ്വസ്തയുള്ളവരായിരിക്കാം. ആ വിശ്വസ്തയിൽ ദൈവം നമുക്ക് തലമുറയെ എഴുന്നേൽപ്പിച്ചു തരും. അവരാൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.